ഹായ് ഡിയേഴ്സ്, അതപ്പം നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് അന്നദാനമാണ് അവിടെ ശനിയാഴ്ച. അപ്പം ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി ഞാൻ മാതൃസമിതിയിലുള്ളത് കൊണ്ട് അവർ വിളിച്ചിരുന്നു. ഞാനിത് ഉച്ചയ്ക്ക് പോവുകയാണ്, ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. രാവിലെ അവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പോയിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ഇതാ വിളമ്പാൻ പോകുമ്പോൾ ഒരു ടാഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടാഗും ഗ്ലൗസും ക്യാപ്പും എല്ലാം ഉണ്ട്. ഏപ്രൺ ഒഴികെ ബാക്കി എല്ലാ സാധന സാമഗ്രികളും ഉണ്ട്. ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുകയല്ലേ, നല്ല വൃത്തിയും നീറ്റും ഒക്കെ വേണ്ടേ. അപ്പം ഞാനിതാ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭക്ഷണം ഈ അമ്പലത്തിൽ വിളമ്പി കൊടുക്കാൻ വേണ്ടി പോകുന്നത്, മാതൃസമിതിയിലുള്ളത്. എനിക്ക് ചേച്ചിമാരൊക്കെ നേരത്തെ ഉണ്ട്. അപ്പോൾ അതാ എനിക്ക് കിട്ടിയത് പായസം വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പണിയാണ് ഈ പായസം വിളമ്പി കൊടുക്കുക എന്നുള്ളത്. പായസം ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ അതാ കുറേ പേര് വന്നിരുന്നു. 2 കൗണ്ടറായിട്ടാണ് വിളമ്പുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴാ നമ്മുടെ വീടിൻ്റെ നേരെ മുമ്പിൽ ഇതാ ഒരു ഐസ്ക്രീം വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട്. മക്കൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ശ്യാമേട്ടൻ വന്ന് നിങ്ങൾ പോയി വാങ്ങിച്ച് കഴിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശ്യാമേട്ടനും തണുപ്പായതുകൊണ്ട് ശ്യാമേട്ടനും വേണ്ട. അപ്പോൾ റാമ് ഒരു മിക്സും വാവേര് ടെൻഡർ കോക്കനട്ടുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഐസ്ക്രീമൊക്കെ കഴിച്ചിന് വൈകിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോണതാണ്. മക്കൾ കഴിക്കുന്നു ഇങ്ങനെ ഞാൻ ശ്യാമേട്ടൻ നോക്കിയിരിക്കുകയാണ് സിറ്റ് ഔട്ടിൽ. അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ നിറവിളക്കൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾ ആ വിളക്ക് കത്തിക്കുകയാണ്. അവർക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മിക്ക ദിവസങ്ങളിൽ അവർ പോവാറുമുണ്ട്. അപ്പോൾ വൈകുന്നേരം ഭഗവതി സേവയുടെ പ്രസാദമാണ്, അത് ഞങ്ങളോട് പാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാനും ഇതാ കുറേ ചേച്ചിമാരൊക്കെ അത് പാക്ക് ചെയ്യാണ്. പിന്നെ വൈകിട്ട് ഒരു ഭജന ഉണ്ടായിരുന്നു, അതോടുകൂടി ശനിയാഴ്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ്.